സർക്കാരിന്റെ എല്ലാം പിടിപ്പുകേടുകൾ തന്നെയാണ്. ഇത്തരം ജിഹാദികളും നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി വിവിധ തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ സാധാരണക്കാരായ മലയാളികളെയല്ലേ ബാധിക്കുക? തൊഴിൽ തേടി എത്ര മലയാളികളാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? അവരെ ബാധിക്കില്ലേ? അവിടുത്തെ സാധാരണക്കാർ ചിന്തിക്കും, മലയാളികൾക്ക് ജോലി നൽകുമ്പോൾ ഇത്തരം നക്സലൈറ്റുകളും ജിഹാദികളുമാണോ എന്നൊരു സംശയം അവരെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളല്ലേ ഇപ്പോൾ നാം ഇവിടെ കാണുന്നത്. മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം, അത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണല്ലോ. ആ നിലപാട് എന്താണ്? വരുന്ന മാർച്ച് 31 മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്ന് ഉടനീളം തന്നെ ഈ ചുവപ്പ് ഭീകരത മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി അവിടെ വികസനം കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാണല്ലോ ഇവരുടെ പ്രവർത്തനം. മാവോയിസ്റ്റുകൾക്ക് പ്രവർത്തിക്കാം, അവർക്ക് ശരിയായ രീതിയിൽ ഇപ്പോൾ ഏതെല്ലാം പാർട്ടികൾ പ്രവർത്തിക്കുന്നു കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ അറിയാം. SDP അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെ. ഭീകരവാദ സംഘടന കാരണം അവരോടൊപ്പം പ്രവർത്തിച്ച ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ എവിടെയാണ് കിടക്കുന്നത്? തീഹാർ ജയിലിലല്ലേ. അതെന്താണ്? ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം പേറുന്ന രാഷ്ട്രീയ രൂപമാണല്ലോ SDP. അപ്പോൾ അവർക്ക് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാവോയിസ്റ്റുകൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി നിങ്ങൾ ജനാധിപത്യ രീതിയിലേക്ക് വരൂ. നമുക്ക് ബീഹാർ പരിശോധിച്ച് നോക്കാമല്ലോ. ബീഹാറിൽ ഒരു കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനമായിരുന്ന CPML, അത് വലിയ രീതിയിൽ തന്നെ ആയുധങ്ങളിലൂടെയായിരുന്നു അവരുടെ വളർച്ച. ഇന്ന് അവർ മാറി അവിടെ നിന്നും ജനാധിപത്യ രീതിയിലേക്ക് മാറുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10